കാനഡയുടെ ജനസംഖ്യയിൽ ഏകദേശം 76,000 പേരുടെ ഒരു കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് 2025 മൂന്നാം ക്വാർട്ടറിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1940 ശേഷം കാനഡയിലെ പോപ്പുലേഷനിലെ ഏറ്റവും വലിയൊരു ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് കാനഡ സർക്കാർ ഇമിഗ്രേഷനിൽ ഒത്തിരിയധികം റൂൾസ് അവർ ടൈറ്റൻ ചെയ്തു എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ കാനഡയിൽ ഇപ്പം പഠിക്കാൻ വരുന്നവരുടെ എണ്ണം കുറയുകയൊക്കെ ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു ഇടിവുണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ കാനഡയിൽ ഒരു PR ഇല്ലാതെ നിൽക്കുന്നവർക്കും അതേപോലെ തന്നെ ജോലിയൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഇതൊരു നല്ല അവസരമായിട്ട് കാണാം. കാനഡയിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയുക എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ കുറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 ആ കോവിഡിൻ്റെ ഒരു തുടക്കകാലത്ത്, അതായത് ഫ്ലൈറ്റുകളൊന്നും ഒരു രാജ്യത്തൊന്നും മറ്റൊരു രാജ്യത്തേക്കൊന്നും ഫ്ലൈ ചെയ്യായിരുന്ന ആ കാലഘട്ടത്തിലാണ് കാനഡയിൽ ചെറിയൊരു ശതമാനം പോപ്പുലേഷൻ ഇടിവുണ്ടായത്. പക്ഷേ അതുപോലും 1946 വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തുണ്ടായിരുന്ന ഇടിവിനേക്കാളും വളരെയധികം കുറവായിരുന്നു. പക്ഷേ 2025 ഉണ്ടായിരിക്കുന്ന ഈ ഇടിവാണ് 1946 ശേഷം ഏറ്റവും വലിയൊരു പോപ്പുലേഷനിലെ ഒരു ഇടിവായിട്ട് ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ റീസെൻ്റായിട്ട് കാനഡ ഗവൺമെൻറ് പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഇമിഗ്രേഷനിലുണ്ടായിരിക്കുന്ന നയമാറ്റങ്ങളൊക്കെയാണ്. 1940 മുതൽ ഇമിഗ്രേഷൻ കാനഡയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മെയിൻലി യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ആയിരുന്നു ഇവിടേക്ക് കുടിയേറ്റമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഏഷ്യയിൽ നിന്നൊക്കെ കുടിയേറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത് 1990 ശേഷമാണ്. ഇപ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഈ കാനഡയിലേക്കുള്ള മൈഗ്രേഷൻ കേട്ടു തുടങ്ങിയത് ഒരു 2010 ശേഷമായിരിക്കാം. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ പല രാജ്യത്തു നിന്നും, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടൊക്കെ ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2000 ശേഷം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള പല സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ കാനഡയിലേക്ക് വരികയും അവരിവിടെ ഒരു സ്ഥിരമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാനഡ എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ബാക്കി ഏത് രാജ്യത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തനതായിട്ടുള്ള ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ കാനഡയിൽ അങ്ങനത്തെ ഫസ്റ്റ് നേഷൻസ് അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നതൊക്കെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പല യൂറോപ്യൻ കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പോപ്പുലേഷനിൽ ഒരു ഡിപ്പുണ്ടാകാനുള്ള മെയിൻ കാരണം ഈ കുടിയേറ്റം മാത്രമാണ്. എന്നിരുന്നാൽ പോലും ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ഈ കുടിയേറ്റത്തിലൊക്കെ കൂടുതൽ രീതിയിലുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് കാനഡയിലെ ഇത്രയധികം അതികഠിനമായിട്ടുള്ള ശൈത്യമൊക്കെ ഉള്ള രാജ്യത്ത് ഒരു ഡെവലപ്മെൻറ്റ് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. 2020 ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാനഡയിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഒരു ഹൗസിങ്ങോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസോ ഒന്നുമില്ലാത്തത് കാരണം ഇവിടത്തുള്ള സിറ്റിസൺസ് മുഴുവൻ ഈ മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ടാണ് മൈഗ്രേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ പ്രകാരം ഗവൺമെൻറ് പുതിയ ബില്ല് പാസ്സാക്കുകയും ഇപ്പോൾ ഉള്ള ടെമ്പററി റെസിഡൻസിൻ്റെ എണ്ണമൊക്കെ അവർ കുറയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ക്യാപ്പ് കൊണ്ടുവരികയൊക്കെ ചെയ്തു. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇഷ്ടംപോലെ കൂടിയത് അവർ വീണ്ടും ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും അവർക്കെല്ലാം PR കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ ഹൈ രീതിയിലുള്ള CRS ഉള്ളവർക്കെല്ലാം PR കൊടുത്തതിന് ശേഷം മാത്രം ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു മൈഗ്രേഷൻ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ലാസ്റ്റിലത്തെ ഒരു ഡ്രോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാനഡയിൽ അറ്റ് പ്രസൻറ്റ് ഇവിടെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൂട്ടത്തോട് തന്നെ ഒരു PR കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ കൂടിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ജനന നിരക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് നല്ല രീതിയിലൊക്കെ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. എന്നാൽ കാനഡ പോലത്തെ ഒരു രാജ്യത്ത് അങ്ങനെ ജനനിരക്കൊന്നും കൺട്രോൾ ചെയ്യുന്നതിന് യാതൊരു മെഷേഴ്സും ഇല്ലായിരുന്നിട്ട് പോലും ഇവിടുത്തെ പോപ്പുലേഷൻ സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ 2025 കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കാനഡയിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 4,15,00,000 ആൾക്കാർ മാത്രമാണ്. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള പോപ്പുലേഷനോട് ഈക്വലാണ്. എന്നാൽ ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ 5 ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്ത് ഇത്രയധികം പോപ്പുലേഷൻ കൊണ്ട് ഒരു രീതിയിലുള്ള ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ റീസെൻ്റായിട്ട് 2015 ശേഷം ഇഷ്ടംപോലെ ആൾക്കാരെ ഇമിഗ്രൻസായിട്ട് കാനഡ വെൽക്കം ചെയ്യുകയും ഇഷ്ടംപോലെ ആൾക്കാർക്ക് PR കൊടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ 2020 ശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമിഗ്രേഷനിലൊരു കുത്തൊഴുക്കുണ്ടായതാണ് ഗവൺമെൻറ്റിന് ഇത്രയധികം ചോദ്യങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതിന് ഉത്തരമായിട്ടാണ് 2023 ശേഷം ഇമിഗ്രേഷൻ നല്ല രീതിയിലുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് അവർ ആരംഭിച്ചതും. അതിൽ പ്രകാരം ഇപ്പോൾ 2025 അവസാന ഭാഗത്തിൽ നിൽക്കുമ്പോൾ പോപ്പുലേഷനിലെ വലിയൊരു രീതിയിലുള്ളൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്.
ഇപ്പോൾ PR ആഗ്രഹിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇതൊരു നല്ല അവസരം തന്നെയാണ്. കാരണം പലർക്കും ഇപ്പം ജോലിക്ക് ബുദ്ധിമുട്ടും ഒക്കെ മാറി വരുന്നൊരു സാഹചര്യമാണ്. കാരണം ഇത്രയധികം ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഒത്തിരി പേര് PR കിട്ടാതൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഇത്രയൊരു പോപ്പുലേഷൻ്റെ ഒരു ഇടിവൊക്കെ ഉണ്ടായത് കാരണം പല ജോലി സാധ്യതകൾ ഇപ്പോൾ കൂടി വരികയാണ്. ഒരു 1-2 വർഷം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ജോലിക്കൊന്നും ഒരു വേക്കൻസി ഉണ്ടായിരുന്ന ഒരു കാലമൊക്കെ മാറി ഇപ്പോൾ 2025 ലാസ്റ്റിൽ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ജോലികളുടെ ഒഴിവുകളൊക്കെയാണ് ഇപ്പോൾ വന്നു തുടങ്ങുന്നത്. 1950 ശേഷമുള്ളൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാനഡയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനിലൊരു ഇൻഫ്ലക്സ്, അതായത് കൂടുതലുണ്ടായിരിക്കുന്നത് 2023 അന്ന് 2023 ഏകദേശം വെറും 3 മാസം കൊണ്ട് 4,20,000 പേരുടെ പോപ്പുലേഷനിലുള്ളൊരു എണ്ണത്തിൽ വർധനമാണ് ഉണ്ടായത്. അതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂട്ടുകയും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ PR ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കാനഡയിലേക്ക് വരികയൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് എന്തോ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗവൺമെൻറ് അവരുടെ തീരുമാനങ്ങളൊക്കെ മാറ്റുകയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കുകയൊക്കെ ചെയ്തു. അതിൽ പ്രകാരമാണ് ഇപ്പോൾ 2025 ഏറ്റവും വലിയൊരു ഇടിവുണ്ടായിരിക്കുന്നത്. ഇനി നാട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഒരു PR എടുത്ത് കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ ദിവസവും കാനഡയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസമായിരിക്കും ഗവൺമെൻറ് വീണ്ടും ഇമിഗ്രേഷൻ ഇപ്പോൾ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കൗണ്ടർ ആക്ട് എന്നുള്ള രീതിയിൽ പോപ്പുലേഷൻ കൂട്ടാൻ അവർ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ കാനഡയിലുള്ളവർക്കൊക്കെ PR കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ എലിജിബിളായിട്ടുള്ള ഹൈ സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് കാനഡയിലേക്ക് ഡയറക്റ്റ് PR എടുക്കാനൊക്കെയുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാർത്തകളെക്കുറിച്ച് ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ കാനഡയിലുണ്ടാകുന്ന പുതിയ അപ്ഡേറ്റ്സായിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.